HS Radio. ശിവഗിരി HS Radio. സാസദസനിധ പനിധ മഗ മഗരിസ. സാസദസനിധ പനിധ മഗ മഗരിസ. ശിവഗിരി HS Radio. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് ദേവിക, ദിയ, അനാമിക. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. മധ്യപ്രദേശിൽ വിജയദശമി ആഘോഷത്തിനിടെ ട്രാക്ടർ മറിഞ്ഞ് 13 മരണം. കേന്ദ്ര DA/DR 3% കൂടും. എയ്ഡഡ് ഭിന്നശേഷി നിയമനം. മതവും ജാതിയും നോക്കി വിരട്ടാൻ നോക്കേണ്ട. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികളിൽ 16.06% കീടനാശിനി സാന്നിധ്യം. ശബരിമല സ്വർണം പൂശൽ ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. പാലസ്തീൻ ജനതയ്ക്കൊപ്പം അംബാസഡർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. മധ്യപ്രദേശിൽ വിജയദശമി ആഘോഷത്തിനിടെ ട്രാക്ടർ മറിഞ്ഞ് 13 മരണം. മധ്യപ്രദേശ് സംസ്ഥാനത്തെ ഖണ്ഡ്വ ജില്ലയിൽ ട്രാക്ടർ ട്രോളി കുളത്തിലേക്ക് മറിഞ്ഞ് 8 കുട്ടികൾ ഉൾപ്പെടെ 13 പേർ മരിച്ചു. ദുർഗാദേവി വിഗ്രഹങ്ങൾ നിമജ്ജനം ചെയ്യാൻ പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. വിഗ്രഹ നിമജ്ജനത്തിനായി കുളത്തിന് സമീപമുള്ള താൽക്കാലിക പാലത്തിൽ നിർത്തിയിരുന്ന ട്രാക്ടർ ട്രോളി കുളത്തിലേക്ക് മറിയുകയായിരുന്നു. മനോരമയിൽ ആദ്യാക്ഷരം കുറിച്ച് കുരുന്നുകൾ. വിജയദശമി ദിനത്തിൽ മലയാള മനോരമ ഒരുക്കിയ വിദ്യാരംഭ ചടങ്ങിൽ 3362 കുരുന്നുകൾ ആദ്യാക്ഷരം എഴുതി. കേരളത്തിലെ 11 യൂണിറ്റുകളിലും കേരളത്തിന് പുറത്ത് ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, ചെന്നൈയിലും ദുബായിലുമായിരുന്നു ചടങ്ങ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 63 പേരാണ് എഴുത്തിനിരുത്തിയത്. അക്ഷരമധുരത്തിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളുമായാണ് കുട്ടികൾ മടങ്ങിയത്. വിവിധ യൂണിറ്റുകളിലായി 53 ജോഡി ഇരട്ടകളും കൊല്ലത്തും മലപ്പുറത്തും ഒറ്റപ്രസവത്തിൽ ജനിച്ച 3 വീതം കുട്ടികളും ആദ്യാക്ഷരം എഴുതി. കേന്ദ്ര DA/DR 3% കൂടും. കേന്ദ്ര ജീവനക്കാരുടെ ക്ഷാമബത്തം പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും 3% വർദ്ധിപ്പിച്ച് 52% കേന്ദ്ര മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അധിക ഗഡുവിന് 2025 ജൂലൈ 1 മുതൽ പ്രാബല്യമുണ്ടാകും. 49.19 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും 68.72 ലക്ഷം പെൻഷൻകാർക്കും പ്രയോജനം ലഭിക്കും. ഉപഭോക്തൃ വില സൂചികയിൽ ഉണ്ടായ വർധനയും അടിസ്ഥാനത്തിലാണ് തീരുമാനം. 10,083 കോടി രൂപയാണ് ക്ഷാമബത്ത്, ആശ്വാസ ഭത്ത എന്നിവ മൂലമുള്ള വാർഷിക സാമ്പത്തിക ഭദ്രത കഴിഞ്ഞ മാർച്ചിലാണ് അവസാനമായി DA/DR വർദ്ധിപ്പിച്ചത്. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം. ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമലയിലെ പുനരധിവാസത്തിന് 2221.02 കോടി രൂപ ചോദിച്ച കേരളത്തിന് കേന്ദ്രം അനുവദിച്ചത് 260.56 കോടി രൂപ മാത്രം. 260.56 കോടി രൂപ നൽകാനുള്ള മൾട്ടി സെക്ടറൽ ടീമിൻ്റെ ശുപാർശ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അധ്യക്ഷനായ ഉന്നതതല സമിതി അതേപടി അംഗീകരിച്ചു. ശബരിമല സ്വർണം പൂശൽ ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മറനീക്കാത്ത ദുരൂഹത. ദേവസ്വം ബോർഡിൻ്റെ വിശദീകരണവും ദേവസ്വം മേഖലയിലെ വ്യക്തിഗതയും സ്പോൺസറുകളുടെ ഒളിച്ചുകളിയും ശേഷിപ്പിക്കുന്നത് സംശയങ്ങൾ. ഇതിനിടെ സ്വർണ്ണപ്പാളി വിവാദം മുറുകിയതോടെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടാൻ സർക്കാർ ആലോചിക്കുന്നു. നിലവിൽ ഇത് അന്വേഷിക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസാണ്. 1998 സ്വർണം പൊതിഞ്ഞതും 2019 ദ്വാരപാലക കവചത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ സ്വർണം പൂശിയതുമടക്കമുള്ളത് അന്വേഷിക്കാനാണ് നിർദ്ദേശം. ആമയഴിഞ്ചാൻ തോട്ടിലെ മാലിന്യ നിക്ഷേപം. കമാനവേലി സ്ഥാപിക്കൽ സമയബന്ധിതമായി നടപ്പാക്കും. ആമയഴിഞ്ചാൻ തോടിൽ മാലിന്യ നിക്ഷേപം തടയുന്നതിന് തോട് പൂർണ്ണമായും മറയ്ക്കുന്ന രീതിയിൽ കമാനവേലി സ്ഥാപിക്കുന്ന ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ വിളിച്ച വിവിധ വകുപ്പ് അധ്യക്ഷന്മാരുടെ യോഗം തീരുമാനിച്ചു. എയ്ഡഡ് ഭിന്നശേഷി നിയമനം. മതവും ജാതിയും നോക്കി വിരട്ടാൻ നോക്കേണ്ട. കോടതി വിധി അനുസരിക്കണം. പ്രതികരണവുമായി മന്ത്രി വി. ശിവൻകുട്ടി. എയ്ഡഡ് ഭിന്നശേഷി നിയമനവുമായി
ബന്ധപ്പെട്ട് പ്രതികരണവുമായി മന്ത്രി വി ശിവൻകുട്ടി. മാനേജ്മെന്റുകളുമായി സൗഹാർദ്ദപരമായ അന്തരീക്ഷമാണ് ഉള്ളതെന്ന് മന്ത്രി പറഞ്ഞു. കോടതി വിധി അനുസരിച്ചേ പ്രവർത്തിക്കാനാകൂ. എജിയുടെ നിർദ്ദേശപ്രകാരമാണത്. യുഎസിൽ ഷട്ട്ഡൗൺ ബാധിക്കുക 5 ലക്ഷം പേരെ. സർക്കാർ ചെലവുകൾക്കുള്ള ധന അനുമതി ബിൽ പാസാക്കാനാകാതെ വന്നതോടെ യുഎസിലെ സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി. ഇതോടെ യുഎസിലെ എല്ലാ സർക്കാർ വകുപ്പുകളും സ്തംഭിക്കും. പാലസ്തീൻ ജനതയ്ക്കൊപ്പം അംബാസഡർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. പാലസ്തീൻ ജനതയ്ക്ക് കേരളത്തിന്റെ ഐക്യദാർഢ്യം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇന്ത്യയിലെ പാലസ്തീൻ അംബാസഡറായ അബ്ദുള്ള അബു ഷാവേഷിനൊപ്പമാണ് മുഖ്യമന്ത്രി കേരളത്തിന്റെ പിന്തുണ അറിയിച്ചത്. നിയമസഭയിലെ മുഖ്യമന്ത്രിയുടെ ചേംബറിലായിരുന്നു കൂടിക്കാഴ്ച. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികളിൽ 16.06% കീടനാശിനി സാന്നിധ്യം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും 2024-25 വർഷം കേരളത്തിലെത്തിയ പച്ചക്കറികളിൽ 16.06% കീടനാശിനി സാന്നിധ്യം. ഇതിൽ 5% താഴെ പച്ചക്കറി സാമ്പിളുകളിലാണ് പരിധിക്ക് മുകളിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയത്. ഇത് തടയുന്നതിനായി പരിശോധനാ സംവിധാനം ശക്തിപ്പെടുത്തുകയും സാമ്പിളുകൾ ശേഖരിക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെയും സർക്കാർ ചുമതലപ്പെടുത്തി. നവോത്ഥാന പദ്ധതി വഴി പുതിയ തരിശ് കൃഷിയിടങ്ങൾ കണ്ടെത്തിയും നവീന കൃഷി രീതികൾ അവലംബിച്ച് പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കും. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. മധ്യപ്രദേശിൽ വിജയദശമി ആഘോഷത്തിനിടെ ട്രാക്ടർ മറിഞ്ഞ് 13 മരണം. കേന്ദ്ര DADR 3% കൂടും. എയ്ഡഡ് ഭിന്നശേഷി നിയമനം. മതവും ജാതിയും നോക്കി വിരട്ടാൻ നോക്കേണ്ട. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പച്ചക്കറികളിൽ 16.06% കീടനാശിനി സാന്നിധ്യം. ശബരിമല സ്വർണം പൂശൽ ക്രൈംബ്രാഞ്ചിന് വിട്ടേക്കും. പാലസ്തീൻ ജനതയ്ക്കൊപ്പം അംബാസഡർ മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി 8Cയിലെ ആത്മജയർ. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. 2025 സെപ്റ്റംബർ 23 ന്യൂഡൽഹിയിൽ നടന്ന 71ാമത് ദേശീയ ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങിൽ വിജയികൾക്ക് ആരാണ് അവാർഡുകൾ സമ്മാനിച്ചത്? ഉത്തരം ദ്രൗപദി മുർമു. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.